December. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 11 കഴിഞ്ഞു. 11:10 ഒക്കെ ആയി രാത്രി. 1 മണിക്കൂർ കഴിഞ്ഞ ന്യൂ ഇയർ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് 11 മണിയൊക്കെ കാണുന്ന രാത്രി. ഞാൻ നേരത്തെ ഉറങ്ങും. അതിൻ്റെ ഒരു ക്ഷീണം എൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട്. പക്ഷെ വിചാരിച്ചു ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. അപ്പം കിടന്നിട്ട് പിന്നെ എഴുന്നേക്കാനാണെങ്കിൽ എണീക്കത്തില്ല. അതുകൊണ്ട് ഇപ്പം കിടന്ന് ലൈക്ക് ഒന്ന് കുറച്ചുകൂടെ ഉണർന്നൊക്കെ ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്ക് നാളത്തെ ഒരു ഡേ കൂടി കാണാം. അതാണ് ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം. പിന്നെ 2025 നല്ലൊരു വർഷമായിരുന്നു. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ചിലതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്, അത്രേ ഉള്ളൂ. പക്ഷേ അല്ലാതെ ഒത്തിരി ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഇയർ ആയിരുന്നു എനിക്ക്. ദ നമ്പർ ഓഫ് ടൈംസ് ഗോഡ് ഷോഡ് അപ്പ് ഇൻ മൈ ലൈഫ് ഈ ഒരു 2025 ലൈക്ക് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് നമ്പർ ഓഫ് ടൈംസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. 2026ത്തേക്ക് അങ്ങനെ ലൈക്ക് ഐ ഡോണ്ട് ഹാവ് എനി റെസൊല്യൂഷൻസ് അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ബിക്കോസ് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് സപ്പോസ് ടു വർക്ക് അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അവസാനം ഇത്രയും നേരം ഉണർന്നിരുന്നിട്ട് 12 മണിയാകുമ്പോൾ ഉറങ്ങിപ്പോകുന്നു എനിക്കറിയത്തില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു പ്രേ ആൻഡ് ദെൻ സ്ലീപ്പ്. അതിനാണ് ഞാനിങ്ങനെ ഉണർന്നിരിക്കുന്നത്. നോക്കാം. ഈ വർഷം തുടങ്ങിയത് ഭയങ്കര ഒരു ഹാപ്പി നോട്ടിലൊന്നും ആയിരുന്നില്ല. ലൈക്ക് 2025 സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് സ്റ്റാർട്ടായി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനും അതിലേക്ക് ലൈക്ക് ദർ ഇസ് നത്തിങ് മച്ച് ഐ കുഡ് ഡു അബൌട്ട് ഇറ്റ്. എവറിത്തിങ് വാസ് ഓക്കെ, അത്രേ ഉള്ളൂ. ഭയങ്കര ക്ലൂലെസ് ആയിട്ടാണ് ഞാൻ 2025 സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അറ്റ് സം പോയിന്റ് ഐ ജസ്റ്റ് ഹിറ്റ് റോക്ക് ബോട്ടം. ലൈക്ക് എൻ്റെ മോസ്റ്റ് ഏരിയാസ് ഓഫ് മൈ ലൈഫ് ഞാൻ ഐ ഹിറ്റ് റോക്ക് ബോട്ടം. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, ലൈക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തല്ലോ. അപ്പം ലൈക്ക് എവറിത്തിങ് ഐ ഡിഡ് വാസ് ഐ ജസ്റ്റ് പ്രേഡ് ആൻഡ് ഐ സെഡ് എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. ലൈക്ക് ഐ ഹവ് ഡൺ എവറിത്തിങ് ഐ ക്യാൻ ആൻഡ് ദിസ് ഇസ് ഇറ്റ്. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു എനിത്തിങ് മോർ. അങ്ങ് വിട്ടുകൊടുത്തു ഞാൻ. ലൈക്ക് ഐ ജസ്റ്റ് ബിലീവ് ഹിസ് പ്ലാൻ ഇസ് ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ മൈൻ. ആൻഡ് ദെൻ ആ ഒരു മൊമെൻറ്റ് തൊട്ട് ഐ ജസ്റ്റ് സോ തിങ്സ് ചേഞ്ചിങ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യുമ്പം ലൈക്ക് നമ്മൾ എന്തോരം ക്വസ്റ്റ്യൻ ചെയ്യുമല്ലേ, ലൈക്ക് എന്താ ഇത് നടക്കാത്ത, അതെന്താ നടക്കാത്ത. പക്ഷേ വെൻ ഇറ്റ് ഫൈനലി ഹാപ്പൻസ്, നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഹി വാസ് ജസ്റ്റ് ലേയിങ് ഗ്രൗണ്ട് എല്ലാത്തിനും. അങ്ങനെ ഫീൽ ചെയ്തൊരു വർഷമായിരുന്നു ഇതെനിക്ക്. ആ ഒരു സമയത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഉയ്യോ, ലൈക്ക് എത്ര ഗ്രേറ്റ്ഫുള്ളാണെന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം നമ്മൾ ആ ഗ്രൗണ്ട് വർക്ക് ലേ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ പുറകിലേക്ക് പോയി ചിന്തിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ ഈ സൈഡിലേക്ക് ഒന്നും നടക്കുന്നില്ല അങ്ങനെ വിചാരിച്ചിരുന്നപ്പം ലൈക്ക് ലോർഡ് വാസ് ജസ്റ്റ് ഡൂയിങ് വാട്ട് ഹി സപ്പോസ് ടു ഡു. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടെല്ലാം വിശ്വസിച്ചങ്ങ് ഏൽപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കണക്ഷൻ, എൻ്റെ സ്പിരിച്വൽ കണക്ഷൻ വിത്ത് ലോർഡ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ലൈക്ക് ഒത്തിരി വളർന്ന ഒരു വർഷമായിരുന്നു. എന്നെ ഒരുപാട് മനസ്സിലാക്കിയ ഒരു വർഷമാണ് എനിക്ക്. എന്നെ മൊത്തത്തിൽ എനിക്കൊന്ന് മനസ്സിലായി. അത് നല്ലതാണ്. ദാറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. ദാറ്റ്സ് എ ഗുഡ് തിങ്. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷമാണ്. ഭയങ്കര ചില്ലായിരുന്നു. ഭയങ്കര പെട്ടെന്ന് പോയതുകൊണ്ട് പെട്ടെന്നൊന്നും ഓർമ്മയില്ല. കാരണം ഒരു വർഷം ഭയങ്കര ബ്ലറായിരുന്നു. പക്ഷെ നടന്നതെല്ലാം നല്ലതിനായിരുന്നു. അങ്ങനെ ഇനി അടുത്ത വർഷം നമ്മുടെ കയ്യിലല്ലല്ലോ, പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. സോ ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ ഇടുമ്പോൾ എന്തായാലും ഒരു ന്യൂ ഇയറൊക്കെ കഴിയും. ഞാൻ എഡിറ്റ് ചെയ്തിടണ്ടേ. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എഡിറ്റ് ചെയ്തിടണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വിചാരിച്ചിടാമെന്ന്. നാളെ പ്രത്യേകിച്ച് എനിക്ക് പരിപാടിയൊന്നുമില്ല. ലൈക്ക് ചില്ല് ചെയ്ത് വീട്ടിലിരിക്കാനാണ് പ്ലാൻ. കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും അതൊക്കെ ഉള്ളൂ. ഇന്നെല്ലാം ഇന്ന് ഫുൾ വീട് ക്ലീൻ ചെയ്ത് കളയേണ്ട വേസ്റ്റ് എല്ലാം കളഞ്ഞ് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അങ്ങനെ ലൈക്ക് നീറ്റാക്കി വെക്കണം എന്നായിരുന്നു ഇന്ന് എൻ്റെ പ്ലാൻ. ബട്ട് ഒബ്വിയസ്ലി നടന്നില്ല എൻ്റെ പ്ലാൻ. അതുകൊണ്ട് നമുക്കതൊക്കെ നാളെ ചെയ്യാം, കുഴപ്പമില്ല.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോവാം. സോ ഐ വിൽ സീ യു ഓൾ ഇൻ ദ മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. അയ്യോ, ഇവിടെ ഇപ്പം 8:45. ഒരു 8:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. പക്ഷേ എണീറ്റ് വരാൻ കുറച്ച് സമയമെടുത്തു. പിന്നെന്താ, ഇന്നിനും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇവിടെ നല്ല നല്ല വെതറായിരുന്നു. ഇന്നലെ ഇച്ചിരി സ്നോ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ സ്നോ പെയ്ത് കിടക്കുക. പക്ഷെ ഇപ്പം ഇന്ന് ഇച്ചിരി സണ്ണിയാണ്. സോ നല്ല രസമുണ്ട്. നമുക്ക് രാവിലെ തന്നെ ഒരു എണ്ണയൊക്കെ തേച്ചൊന്ന് തലയൊക്കെ ഒന്ന് കുളിക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. പിന്നെ പോകെ പോകെ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പം വാ, ഐ ടേക്ക് യു ത്രൂ മൈ ഡേ. കുറച്ച് നേരം ഞാനിങ്ങനെ വെറുതെ കടന്നു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ വീട്ടിലെല്ലാം വീഡിയോ കോളൊക്കെ ചെയ്തു. ഇനി ഞാൻ വിചാരിച്ചു എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കാണാം. ഓൾമോസ്റ്റ് ഇന്നലെ ഞാൻ പകുതി കണ്ടു. പക്ഷേ പിന്നെ എനിക്ക് ഭയങ്കര ഉറക്കം വന്നു. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഇരുന്ന് കണ്ടു. ഇനി ഇച്ചിരി കൂടെ ഉള്ളൂ ബാക്കി. യാ, സോ അത് കാണാം. അങ്ങനെ എന്തെങ്കിലും കാണാം. ബിക്കോസ് എണ്ണ കുറച്ച് നേരം വെക്കണം എനിക്ക്. പക്ഷെ ഞാൻ എണ്ണ ഒരു 20 മിനിറ്റൊക്കെ വെക്കുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുളിക്കാം. എനിക്ക് നെയിലൊക്കെ ചെയ്യാൻ പോകണമെന്നുണ്ട്. പക്ഷേ ഇന്ന് അവർ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫോൺ വിളിച്ചിട്ട് അവരെടുത്തില്ല. ഇങ്ങനത്തെ അവധി ദിവസങ്ങളാണ്. അവരും അവധി, ഞാനും അവധിയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇന്ന് അവരില്ലായിരിക്കും. സോ കുഴപ്പമില്ല. നമുക്കിപ്പം എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കാം. എനിക്ക് ഇന്ന് ഗ്രോസറി ഒക്കെ മേടിക്കാൻ പോകാം. എന്തെങ്കിലും ചെയ്യാം. കുക്കൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യണ്ട, അതാണ് മെയിൻ. പക്ഷെ ഇപ്പം നമുക്ക് എണ്ണയൊക്കെ തേക്കാം. എണ്ണയെല്ലാം തേച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ വെറുതെ സീരീസൊക്കെ കണ്ടിരിക്കുകയാണ്. അതാണ് പ്ലാൻ. അതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വാർഡ്രോബിലുള്ള കുറേ ക്ലോത്ത്സ് ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. സോ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ആഴ്ച എപ്പോഴേലും കൊണ്ട് ഡൊണേറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. കാരണം ഒരു വർഷമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ അത് ഇനി വെറുതെ വെച്ചുകൊണ്ടിരിക്കേണ്ട. സോ ഐ തോട്ട് അതെല്ലാം ഡൊണേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ പ്ലാൻ. സോ നമുക്ക് നോക്കാം. അങ്ങനെ ഇരുന്ന് ഞാൻ വൈകുന്നേരം ഒരു 6 മണിയാക്കി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിച്ചു, ഡിന്നറും കഴിഞ്ഞു എൻ്റെ. പക്ഷേ കുളിക്കാൻ ഒത്തിരി വൈകി. അങ്ങനെ ഞാൻ കുറേ സീരീസൊക്കെ കാണാനുണ്ടായിരുന്നു. കുറേ ക്യാച്ചപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കുറേ സമയമെടുത്തു. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അതാണ് സത്യം. ഇനിയിപ്പം ഹെയർ ഒന്ന് ട്രൈ ചെയ്യണം. ഇനിയും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഹെയർ ട്രൈ ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതണം. അങ്ങനെ 1-2 പരിപാടിയേ ഉള്ളൂ. ഇനിയും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഡേ ഇനി വൈൻഡപ്പ് ചെയ്യാനുള്ള പുറപ്പാടാണ്. ഞാൻ എന്തൊക്കെയോ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ വ്ളോഗാണെങ്കിലും ഈ വീഡിയോയിൽ ഒന്നുമില്ല. ലൈക്ക് ഞാൻ പോലും ഇല്ല ഈ വീഡിയോയിൽ. കാരണം ഞാൻ കുറച്ച് നാളായി അറ്റ്ലീസ്റ്റ് ഞാൻ വ്ളോഗ് ചെയ്തിട്ട്. സോ ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊന്നും ഞാൻ അത്രയും ഓർത്തില്ല. ബട്ട് യാ, ഐ ഗെറ്റ് യൂസ് ടു ഇറ്റ്. പിന്നെന്താ, ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഒരു ബുക്കൊക്കെ വായിക്കാം. അത് കഴിഞ്ഞ് പതുക്കെ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും കിടക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. സോ ഇന്ന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തൊരു ന്യൂ ഇയർ ആയിരുന്നു. ആൻഡ് ഇതാണ് ആക്ച്വലി എനിക്കിഷ്ടം. ലൈക്ക് ജസ്റ്റ് മീ, ക്വയറ്റ്, പീസ്ഫുൾ, റിലാക്സ്ഡ്. അത് മച്ച് നീഡഡ് ആയിരുന്നു. സോ യാ, ഇൻ ദാറ്റ് വേ ഐ എം ഹാപ്പി. പിന്നെന്താ, യാ, അപ്പോൾ നമുക്ക് പതുക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്തൊക്കെയോ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് ആ വഴി ഞാനങ്ങ് പോയി. പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യാൻ മറന്നു. ഞാൻ കിടന്നുറങ്ങി. കുറച്ച് നേരം സീരീസൊക്കെ കണ്ടിരുന്നു. പിന്നെ കുറേ ബുക്കൊക്കെ വായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ, തൊട്ടടുത്ത ദിവസമാണ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റു, റെഡിയായി, ഞാൻ ജോലിക്ക് പോവാം. അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടൊന്നും നടക്കാത്തതുകൊണ്ട്, പക്ഷേ ഇന്നും കൂടി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്നും ഇല്ല. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി ദ സെയിം. പിന്നെ ഇന്ന് എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലില്ല. അപ്പം വ്ളോഗ് ചെയ്യാനും എന്തായാലും പറ്റത്തില്ല. യാ, ഇപ്രാവശ്യം ന്യൂ ഇയറിന് ഞാൻ അങ്ങനെ റെസൊല്യൂഷൻ അങ്ങനെ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ലൈക്ക് നമുക്ക് പ്ലാൻസ് ഉണ്ട്, ഒബ്വിയസ്ലി ഗോൾസ് ഉണ്ട്. പക്ഷേ അതിൽ ലൈക്ക് ടു ജസ്റ്റ് വർക്ക് ടുവേർഡ്സ് ഇറ്റ്. അത് മാത്രമാണ് എൻ്റെ പ്ലാൻ.
അത്രയൊക്കെ ഉള്ളൂ. ഇപ്രാവശ്യം ന്യൂ ഇയർ ഭയങ്കര കാമായിരുന്നു, ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു പുതിയ വർഷം തുടങ്ങുന്നു പ്രഷറൊന്നും ഇല്ലായിരുന്നു. ലൈക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം. ലൈക്ക് ദിസ് വാസ് സോ മച്ച് ബെറ്റർ. യാ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ കൺസിസ്റ്റൻ്റ് ആവണം എന്നുണ്ട് ഇപ്രാവശ്യം, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്. പക്ഷെ നമുക്ക് നോക്കാം. യാ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. Thank you so much. Bye.